ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും സ്പോഞ്ചി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു ബനാന കേക്ക് ഉണ്ടാക്കാം, അതും ഓവനില്ലാതെ. ഇതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് 140 ഗ്രാം ബട്ടർ എടുക്കാം. കപ്പ് അളവിൽ പറയുകയാണെങ്കിൽ 1/2 കപ്പും 2 ടേബിൾ സ്പൂണും. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം യൂസ് ചെയ്യാൻ, അതായത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം തണുപ്പ് പോയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ. പിന്നെ വേണ്ടത് 140 ഗ്രാം പൊടിച്ച പഞ്ചസാര. കപ്പ് അളവിലാണെങ്കിൽ പൊടിക്കുന്നതിന് മുമ്പ് 1/2 കപ്പും 2.5 ടേബിൾ സ്പൂണും. ഇനി ഈ പഞ്ചസാരയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചെറിയ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയും ബട്ടറും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സായി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ബാക്കി പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാദ്യം നമുക്ക് ബീറ്റർ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഷുഗറും ബട്ടറും കൂടെ ബീറ്റ് ചെയ്ത് നന്നായിട്ട് എയർ കയറി ഇതിൻ്റെ മഞ്ഞ കളർ മാറി ഒരു ലൈറ്റായിട്ട് വെള്ള കളറിലേക്ക് മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് പാത്രത്തിൻ്റെ അരികൊന്ന് വടിച്ചിട്ട് കൊടുക്കുകയും വേണം. ഇനി നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 6 മിനിറ്റോളം എടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ കറക്റ്റ് പാകത്തിന് ആക്കിയെടുത്തിട്ടുള്ളത്. ഇതിപ്പം നല്ല കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. ബട്ടറിൻ്റെ മഞ്ഞ കളറെല്ലാം മാറി ഒരു ലൈറ്റ് ക്രീം കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2 മുട്ടയാണ്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിൽ പിന്നീടാണ് ചേർക്കുന്നത്. ഇനി ഈ ബീറ്റ് ചെയ്ത മുട്ടയുടെ പകുതി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കി പകുതി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഒരു മിനിറ്റ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുമ്പം ഇതേപോലെ നല്ല കറക്റ്റായിട്ട് എല്ലാം കൂടെ മിക്സായി നല്ല സ്റ്റിഫായിട്ട് വരും. ഇതാണ് കറക്റ്റ് പാകം. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് മൈദ ഒന്ന് അരിച്ചെടുക്കാം. 155 ഗ്രാം മൈദയാണ് നമുക്ക് വേണ്ടത്. അതായത് 1 കപ്പും പിന്നെ ഒരു 1/3 കപ്പും കൂടെ. കേക്കിന് വേണ്ട മൈദ അളക്കുമ്പം എപ്പോഴും അളക്കുന്ന കപ്പിൽ ലെവൽ ചെയ്തിട്ട് വേണം അളന്നെടുക്കാൻ. ഇതേപോലെ അരിച്ചു വെച്ചിരിക്കുന്ന പൊടി കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതേപോലെ വേണം ലെവൽ ചെയ്തെടുക്കാൻ. കപ്പിൻ്റെ ലെവലിന് മുകളിലേക്ക് പൊടി ഉണ്ടാകാൻ പാടില്ല. അതേപോലെ കപ്പ് മുഴുവൻ നന്നായിട്ട് പൊടി നിറഞ്ഞു നിൽക്കുകയും വേണം. അങ്ങനെ അളന്നെടുത്ത് വെച്ചിരിക്കുന്ന മൈദയാണിത്. 155 ഗ്രാം ഉണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/8 ടീസ്പൂൺ ഉപ്പ്, ഏകദേശം 2 നുള്ളുപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അധികം പഴക്കമില്ലാത്തത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി 2 തവണയായിട്ട് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്ത പകുതിയും കൂടെ ചേർത്ത് ഇതേപോലെ തന്നെ മിക്സ് ചെയ്തൊന്നെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്ത 2 പഴമാണ്. ഇത് ഏകദേശം 220 ഗ്രാം വരും. ഇത് നമുക്കിനി തൊലി കളഞ്ഞ് മുറിച്ച് ഒരു ഫോർക്ക് കൊണ്ടൊന്ന് മാഷ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മിക്സിലേക്ക് 2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ആ പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. വനില എസൻസ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മുട്ട ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്രയുമായ നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് പാത്രം ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇവിടെ ഞാൻ 6 ഇഞ്ചിൻ്റെ വേറൊരു ബേക്കിംഗ് പാത്രം കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ പൊടി എല്ലാ ഭാഗത്തും ഒന്ന് പറ്റത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും പൊടി എത്തിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടി ഒന്ന് തട്ടിക്കുടഞ്ഞ് കളയാം. ഇനി നമുക്ക് ഈ 2 പാത്രത്തിലേക്കും കേക്കിൻ്റെ ബാറ്റർ തുല്യ അളവിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം.
ഇനി ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രം 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ അടിയിൽ ഒരു സ്റ്റീൽ വളയം വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ഈ കേക്കിൻ്റെ ടിന്നിറക്കി വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 20 മിനിറ്റ് നേരം കൂടെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ രണ്ടാമത്തെ കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് കൊണ്ട് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ച കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് ബേക്ക് ആവുന്നതിന് മുമ്പ് ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തുറന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടുഭാഗം താന്നു പോവും. അതൊന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ 2 പാത്രത്തിൽ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഒറ്റ പാത്രത്തിൽ ചെയ്താൽ മതി. ഞാനിവിടെ ഓവനിൽ വെച്ചും ഓവൻ ഇല്ലാതെയും കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒറ്റ കേക്കായിട്ടാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 LBയുടെ ലോഫ് ടിൻ. കേക്കിൻ്റെ ചൂടാറിയ ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതേപോലെ തന്നെ ഓവനിൽ ബേക്ക് ചെയ്ത കേക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. 2 കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് ഓവനിൽ ബേക്ക് ചെയ്ത കേക്കാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ സ്റ്റൗ ടോപ്പിൽ വെച്ച് ബേക്ക് ചെയ്ത കേക്കാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 2 കേക്കും ഒരേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും സ്പോഞ്ചി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വന്നിട്ടുണ്ട്. ഇത് ഞാൻ സെയിം ബാറ്റർ തന്നെ ഒരു കേക്കായിട്ട് ബേക്ക് ചെയ്തെടുത്താണ്. ഇത് ഞാൻ അലുമിനിയം ചെരുവത്തിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുത്തത്. എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഇതുപോലെ അലുമിനിയം ചെരുവത്തിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലത്തെ ക്രസ്റ്റ് വരെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് അലുമിനിയം ചെരുവത്തിൽ വെച്ച് ബേക്ക് ചെയ്ത കേക്കാണെന്ന് പറയത്തില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഓവൻ ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബനാന കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.